ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദും അതുപോലെ തന്നെ സുധിയും കൂടി ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സുധി മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ബോധമില്ലാതെ പിച്ചും പെയ്യൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ആനന്ദിനെ കൊണ്ട് പോലീസുകാര് അവൻ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഊതിക്കുന്നുണ്ട്. അത് നമ്മുടെ സുധിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ഫ്രണ്ട് കുടിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് അവനെ കൊണ്ട് ഊതിപ്പിച്ചത്, നിങ്ങൾ സോറി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അരുണിന്റെ അടുത്ത് മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുവാണേ. അരുണിന്റെ സ്വഭാവം അറിയാലോ, ഓൾറെഡി ഭയങ്കര കലിപ്പനാണ്. അതിന്റെ ഇടയ്ക്ക് വെറുതെ ഒരു ആവശ്യമില്ലാതെ സുധി അങ്ങോട്ട് കയറിയിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുടിച്ച് ബോധമില്ലാതെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പുലമ്പുന്നത് എന്നുള്ള കാര്യം ആനന്ദ് പറയുന്നുണ്ടെങ്കിൽ പോലും ആദ്യമൊക്കെ നമ്മുടെ അരുണ് വിട്ടുപോയിക്കോട്ടെ എന്നുള്ള മട്ടില്, മതിയടാ, എന്താ കുടിച്ച് ബോധമില്ലാതെ ഇവിടെ കിടന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോടാ, ഇങ്ങനത്തെ വർത്താനൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ സുധീരുടെ അടുത്ത് അരുൺ പറയുന്നുണ്ടേ. അതെങ്ങനെയാ ശരിയാവുന്നത്? എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞത് കൊണ്ട് ഞാൻ കുടിച്ചു, അങ്ങനെയാവുന്ന സമയത്ത് സാറ് എന്റെ അടുത്തല്ലേ ഊതാൻ വേണ്ടി പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അരുണിന്റെ കൂടെയുള്ള പോലീസുകാരനാണെങ്കിൽ അരുണിന് ദേഷ്യം പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. പറയുന്നുണ്ട്, സാർ അവൻ കുടിച്ച് തീരെ ബോധമില്ലെന്നാ തോന്നുന്നത്, എടോ അവനെ കൂട്ടിക്കൊണ്ട് പോടോ എന്ന് പറയാണേ. സാർ സോറി സാർ എന്നൊക്കെ ആനന്ദ് പറഞ്ഞിട്ട് വാടാ സുധി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. നീ ഒന്ന് പോ ബ്രോ, നമുക്കെന്താ റൂൾസ് അറിയില്ല എന്നാണോ വിചാരിച്ചത്? നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ അതന്നെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുവാണ്. പരസ്പര വിരുദ്ധമായിട്ടാണ് സുധി ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അരുണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എടോ ഇവന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം ആനന്ദിന്റെ അടുത്ത് അരുൺ ചോദിക്കുവാണേ. അത് സാർ എന്ന് പറഞ്ഞ് അരുൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ സുധി, ഞാൻ പറയാം, എന്റെ ഭാര്യ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു, സാർ മര്യാദയ്ക്ക് ഇവനോട് സോറി പറഞ്ഞോ, ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ വിടില്ല എന്നൊക്കെ സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി എടുത്തിട്ട് തലയിൽ വെക്കല്ലേ സുധി, ഇവര് നമ്മളെ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് സുധി അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എടോ താൻ ഇവരോട് സോറി പറയടോ എന്നുള്ള കാര്യം സുധിയുടെ വായിൽ നിന്ന് അറിയാതെ വീണു വന്നിട്ടുണ്ട് കേട്ടോ. താൻ എന്താടോ വിളിച്ചത് എടോ എന്നോ? തന്നെ ഞാൻ തൂക്കിയെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് പെരുമാറി വിടണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആനന്ദാണെങ്കിൽ അത്രയും കേഴുന്ന് ഇങ്ങനെ അപേക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവനെ സ്വബോധത്തിലാക്കിയിട്ട് വിടണം. അയ്യോ സാർ വേറെ ഒന്നും ചെയ്യരുത് സാർ, പ്ലീസ് സാർ, വീട്ടിൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവൻ കുടിച്ചതെന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. വീട്ടിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ബാക്കിയുള്ളടത്ത് പ്രശ്നം ഉണ്ടാക്കാതെ പോകണം, അല്ലാതെ അവൻ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. അതെ സാർ, സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്, സാറ് സോറി പറയണമെന്ന് സുധി വീണ്ടും പറയുവാണ്. ഇവനെ പിടിച്ച് തൂക്കിയെടുത്തിട്ട് ജീപ്പ് കയറിടോ എന്ന് പറഞ്ഞിട്ട് സുധിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറ്റുവാണേ. സുധിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ അരുണിന്റെ പുറകെ ചെന്നിട്ട് ആനന്ദാണെങ്കിൽ, സോറി സാർ, അവനെ കൊണ്ടുപോകരുത് സാർ, അവൻ നല്ല വീട്ടിലെ പയ്യനാന്ന് പറയണേ. നല്ല വീട്ടിലെ പയ്യനായിട്ടാണോ അവൻ ഇമ്മാതിരി വർത്താനൊക്കെ പറയുന്നത്? സാർ വീട്ടില് പ്രശ്നം, അതുകൊണ്ടാണ് കുടിച്ചത്, താൻ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ പിടിച്ചിട്ട് ഉള്ളിടും, പോവാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. പോകുന്ന സമയത്തും എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ സുധി പറയുന്നത്. പിടിച്ച് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് വണ്ടിയുടെ. പോകുന്ന സമയത്ത് ആനന്ദിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ, ബ്രോ നീ പോയിക്കോ, ഞാൻ വരുമ്പോ സോറി മേടിച്ചോണ്ട് വരാ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത്രയ്ക്കും ബോധമില്ലാതെ കുടിച്ചിട്ടാണ് സുധി ഉള്ളത് കേട്ടോ. അങ്ങനെ ജീപ്പിൽ കയറ്റിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഒരാവശ്യമില്ലാതെ വെറുതെ ഓരോ ഇടകൂടത്ത് പോയി ചാടിയെന്ന് ഇങ്ങനെ ആനന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിയാണ് കാണിക്കുന്നത്. മീര ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണേ. ഇപ്പൊ ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോ, നീ ഇവിടെ പട്ടിണി കിടക്കുന്നത് നിന്റെ വീട്ടിലുള്ള അവിടെ ആരെങ്കിലും അറിയാൻ വേണ്ടി പോകുന്നുണ്ടോ? മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമെന്ന് പറയുവാണേ. ഞാനല്ലെങ്കിലും എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? എങ്ങനെങ്കിലും പോരാടിയിട്ട് എന്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിക്കും. അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് നിനക്ക് ശരീരത്തിൽ ശക്തി വേണ്ടേ, അതിന് ഇത് കഴിക്കാൻ വേണ്ടി നോക്കുന്ന മീര പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് സുധി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു തോന്നൽ ശ്രുതിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ കഴിക്കാതിരിക്കോ? അവന്റെ അമ്മ അവന് നന്നായിട്ട് ഊട്ടി വിട്ടിട്ടുണ്ടാകും. ശ്രുതിയുടെ അമ്മയും നീയും കൂടി ചേർന്നിട്ട് അവൻ അങ്ങനെ വഷളാക്കി വെച്ചിരിക്കുകയല്ലേ. കടയിൽ നിന്ന് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ ഇറക്കി വിട്ടല്ലോ, അതിനുശേഷം ശ്രുതി വിളിച്ചായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മീര ചോദിക്കുന്നുണ്ട്. എന്നെ അവിടുന്ന് ഇറക്കി വിടുന്ന സമയത്ത് ശ്രുതി തന്നെ ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ചെയ്യണ്ട എന്നൊക്കെ. പക്ഷേ ആന്റിയാണ് എന്നെ അവിടുന്ന് പിടിച്ചിറക്കി വിട്ടത്. ശ്രുതിക്ക് എന്തായാലും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അപ്സെറ്റ് ആയതുകൊണ്ടായിരിക്കും വിളിക്കാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഹസ്ബൻഡ് ആയിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ ചവിട്ടി മേടിച്ചേനെ. ശ്രുതി എന്തായാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. എന്തായാലും നീ ശ്രുതിയെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇല്ല ഞാൻ വിളിക്കില്ല, കടയിൽ നിന്ന് ആന്റി എന്നെ ഇറക്കി വിട്ടതാണല്ലോ, അതുകൊണ്ട് ശ്രുതി തന്നെ എന്നെ വിളിക്കണം. അല്ലെങ്കിലും നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒന്ന് താഴ്ന്നു കൊടുക്കത്തൊന്നുമില്ലല്ലോ, അവരിങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. എന്നാൽ നിന്റെ കാര്യത്തിൽ നീ അങ്ങനെ കാത്തിരിക്കുന്നത് വെറുതെയാണ് ശ്രുതി. കാരണം നീ അത്രയും ക്രൈം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ നീ തന്നെ ശ്രുതിയെ അങ്ങോട്ട് വിളിച്ച് സമാധാനപ്പെടുത്താൻ വേണ്ടി നോക്ക്.
ഇല്ല, ഞാൻ എന്തായാലും ഇപ്പൊ വിളിക്കില്ല. ശ്രുതിക്ക് എന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടാകും. ഞാനിപ്പോ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ശ്രുതിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതി തന്നെ എന്നെ വിളിക്കും. അല്ല ശ്രുതി, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീ അവൻ വിളിക്കാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്നാ നീ വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതും കേൾക്കില്ല. അതിന്റെ പേരാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടേ. അത് ശരിയാണ്, എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ശ്രുതിക്ക് എന്തായാലും അവന്റെ അമ്മ എന്നെ അവിടുന്ന് ഇറക്കി വിട്ടതിൽ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ആ വിഷമത്തിന്റെ പുറത്ത് ശ്രുതി എന്നെ വിളിക്കും, അത് എനിക്ക് ഉറപ്പാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഞാന് ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്ത് നഷ്ടപ്പെടുത്തും, പക്ഷേ മറ്റൊന്നിനും വേണ്ടിയിട്ട് ഞാൻ ശ്രുതിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. എവിടെയായിരിക്കും ശ്രുതി ഇപ്പോ, എന്ത് മാനസികാവസ്ഥയിലായിരിക്കും ഇപ്പം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഇരിക്കുവാണേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഹലോ, എക്സ്ക്യൂസ് മീ സാർ, എന്തിനാണ് നിങ്ങൾ എന്നെ എവിടെ എഴുതിയിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും സ്വബോധം വന്നിട്ടില്ല. അതൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്ക് മലയാളം അറിയില്ലേ, പിന്നെന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത്, മലയാളത്തിൽ പറയടാ എന്ന്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത്? എന്നെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സ്വീകരണം തരാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. ഏയ്, എനിക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്കൊരു സോറി കിട്ടിയാൽ മാത്രം മതി, ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. അയ്യോ, സോറി മാത്രമല്ല, നിനക്ക് മാലയും അതുപോലെ തന്നെ പൊന്നാടയൊക്കെ അണിയിച്ചിട്ട് വിടാടാ. സർ, ഞാനൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ ടോക്ക് വിത്ത് റെസ്പെക്ട്. ഞാൻ എത്ര ഡിഗ്രി മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? എന്നിട്ട് പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. നിങ്ങളെ കൊണ്ട് ഇത്രയും ഡിഗ്രി മേടിക്കാൻ വേണ്ടി പറ്റുമോ? അത്രയും കാര്യങ്ങളൊക്കെ മറ്റൊരു പോലീസുകാരന്റെ അടുത്താണ് ഇവിടെ സംസാരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും അരുണിന് ദേഷ്യം പിടിച്ചിട്ട് അരികിലേക്ക് ചെന്നിട്ട്, എടാ നിനക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിക്കുവാണേ. സാർ എന്താ വിളിച്ചത് എടാ എന്നോ? ഞാൻ എത്ര ഡിഗ്രി മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സാറിന് അറിയോ? നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? അതിന്റെ ഇച്ചിരിയെങ്കിലും ബോധമുണ്ടോ നിനക്ക്? സാർ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? എന്റെ ഫ്രണ്ട് കുടിക്കാതെ വന്നു, അവനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ചെക്ക് ചെയ്യായിരുന്നു, പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. ഞാൻ എന്തിനാ കുടിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ഭാര്യ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു, വന്നത് മുതൽ ഇദ്ദേഹം ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചതെന്ന് ശ്രുതി. മര്യാദയ്ക്ക് മിണ്ടാതെ മൂലക്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കടാ എന്ന് അരുൺ പറയുന്നുണ്ടേ. നിന്റെ ബോധം തെളിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിന്റെ ബോധം ഞാൻ തെളിയിപ്പിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നെ വിരട്ടുകയാണോ? എന്താ അടിക്കുന്നൊക്കെയാണോ പറഞ്ഞത്? നിങ്ങൾക്ക് എന്റെ അനിയൻ ആരാന്നുള്ള കാര്യം അറിയോ? അവനിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ എല്ലാവരും തൂക്കിയെടുത്തിട്ട് അവൻ ഡിഷൻ എന്നൊക്കെ ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. അനിയനെ കുറിച്ച് പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ ആരടാ നിന്റെ അനിയനെന്ന് അരുൺ ചോദിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം അരുണിന് അറിയില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അടിച്ച് ശരിയാക്കിയേനെ. അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്നാ നിന്റെ അഡ്രസ്സ് പറയടാ എന്ന് അരുൺ പറയുന്നുണ്ട്. അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കേട്ടോ വിളിച്ചു പറയുന്നത്. അത് കേട്ട പോലീസുകാരനാണെങ്കിൽ, സാർ ഇവൻ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്, വന്നത് മുതൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സാർ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ തന്നെയാണ്. പറയുന്നതിനൊക്കെ എതിരായിട്ടും അതുപോലെ സ്വബോധമില്ലാത്ത ശ്രുതി എന്തൊക്കെയോ പറയാണ്. ഇവൻ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല. എന്റെ ഷർട്ടൊക്കെ അഴിച്ചു മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു കുറ്റവാളിയെ പോലെ വെറും ട്രൗസറിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ശ്രുതിയെ. ഷർട്ടൊക്കെ ഊരിയിട്ട്, ഷർട്ട് മാത്രമാണ് കേട്ടോ ഊരുന്നത്, പാന്റ് ഊരുന്നില്ല. ഷർട്ട് ഊരുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ഉടനെ തന്നെ സാർ എന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ നടക്കുവാണ്, എന്റെ ഷർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ട്. ആഹാ, ഷർട്ട് ഊരിയപ്പോ നിനക്ക് സാറൊക്കെ വരുന്നുണ്ടല്ലേടാ. ഇനി കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ പാന്റ് കൂടി ഞങ്ങൾ ഊരിയെടുക്കും. സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ ചെന്നിട്ട്, സാറ് ഈ ചെയ്തതിനൊക്കെ സാറിന്റെ മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബോധമൊന്നും ശരിക്കും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടേ ഇരിക്കുവാണ്. മര്യാദയ്ക്ക് മിണ്ടാതെ ഒരു മൂലക്ക് പോയി നിന്നോ, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് വരട്ടുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവിടെ പോയിട്ട് മൂലക്കിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും അതുപോലെ തന്നെ രവിയും ഇങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് രേവതി തുറക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് ശ്രുതി ആയിരിക്കുന്നതാണ് നമ്മുടെ രവി വിചാരിക്കുന്നത്. താൻ പോയിട്ട് തുറന്നു നോക്കുക എന്ന് പറഞ്ഞ് രേവതി പോകും. നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ, നീ അവനെ ഒന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം ശ്രുതിക്ക് അത്രയും വിഷമായി എന്നുള്ള കാര്യം രവിക്ക് അറിയാലോ. അതുകൊണ്ട് അയ്യോ അച്ഛാ, ഞാൻ എന്ത് പറയാനാന്ന് സച്ചി ചോദിക്കുമ്പോ, അല്ല സാധാരണ അവനെ കളിയാക്കുന്നത് പോലെ നീ സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ടടാ, മൊത്തത്തില് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണടാ. നമുക്ക് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞാനൊന്നും സംസാരിക്കില്ല, ഞാൻ തന്നെ പോയി നോക്കാം ആരാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് സച്ചി തന്നെ തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ആനന്ദാണ് കേട്ടോ. ശ്രുതിയെ പോലീസുകാരെ പിടിച്ചോണ്ട് പോയി എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പിടച്ച് വന്നിരിക്കുന്നത്. കണ്ടോടെ തന്നെ സച്ചിയാണെങ്കിൽ, അച്ഛാ ശ്രുതിയുടെ ഫ്രണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെ. ശ്രുതി ഇവിടെ ഇല്ല, ഇത്ര നേരമായിട്ട് വന്നില്ല എന്ന് സച്ചി ആനന്ദിന്റെ അടുത്ത് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ഉടനെ ആനന്ദ് പറയുന്നത് ശ്രുതിയെ പോലീസുകാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. കടയിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ പോലീസ് പിടിച്ചോണ്ട് പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, അവനെന്നെ കടയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും അവൻ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു
പറഞ്ഞിരുന്നു. അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് ബാറിൽ പോയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. കുടിക്കുന്ന കാര്യത്തെ കുറിച്ച് കേട്ട ഉടനെ രവി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നത്? അവനങ്ങനെ കുടിക്കുന്ന ഒരാളല്ലല്ലോ. ഇല്ല, അവൻ അങ്ങനെ കുടിക്കുന്നവനൊന്നുമല്ല. പക്ഷേ അവന്റെ വൈഫിനെ കുറിച്ച് ഓർത്തിട്ട് അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാറിലേക്ക് പോവാന്ന് പറഞ്ഞത്. ഞാനും അവനെ നിർബന്ധിച്ചാണ്, ഈ പട്ടാപകല് കുടിക്കണ്ട, നീ വീട്ടിലേക്ക് പോവാൻ വേണ്ടി പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരുപാട് നിർബന്ധിച്ചു. ബാറിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ മറ്റെങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവനെ കൂട്ടിയിട്ട് ബാറിലേക്ക് പോയത്. ബാറിന്ന് കുറച്ച് ഓവറായിട്ട് അവൻ കുടിച്ചു. എന്തിനാ അവൻ അങ്ങനെ കുടിക്കാൻ വേണ്ടി അനുവദിച്ചതെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. നിനക്ക് എന്തായാലും അളവറിയില്ലേ? അവൻ പുതുതായിട്ട് കുടിക്കുന്നവൻ അവൻ അറിയാതെ കുടിച്ചു. പക്ഷെ നിനക്ക് അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞൂടെ? എനിക്കും കറക്റ്റ് അങ്ങനെ അളവൊന്നും അറിയില്ല, കാരണം ഞാനും വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ. ഇപ്പം സച്ചേട്ടാ അതാണ് പ്രധാനം എന്ന് രേവതി ചോദിക്കുന്നുണ്ടേ. പോലീസ് എന്തിനാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്? ബാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ടേ. ബാറിൽ പ്രശ്നമൊന്നുമില്ല, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നോക്കിയിട്ട് ഞാൻ ഒരു വിധത്തിൽ അവനെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നു. വണ്ടിയിലെടുത്ത് വീട്ടിൽ കൊണ്ടുവിടാ എന്നാ വിചാരിച്ചത്. വരുന്ന വഴിയിൽ പോലീസ് ചെക്കിങ്. അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചോ എന്ന് രവി ചോദിക്കുന്നുണ്ടേ. ഇല്ല, ഞാനാണ് വണ്ടി ഓടിച്ചത്, ഞാൻ കുടിച്ചിരുന്നില്ല. എന്റെ അടുത്ത് മെഷീനിൽ ഊതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ കുടിക്കാത്തതുകൊണ്ട് തന്നെ പോലീസ് പൊക്കോളാനും പറഞ്ഞതാണ്. എന്നാൽ സ്വബോധം ഇല്ലാതെ സ്തുതിയാണെന്നുണ്ടെങ്കിൽ കുടിക്കാത്ത ഒരാളെ എങ്ങനെയാണ് ഊതാൻ വേണ്ടി പറയുന്നത്? പോലീസിന്റെ അടുത്ത് സോറി പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി. ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് രവി ഭയങ്കര സങ്കടത്തോട് കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏട്ടന് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ ശ്രുതിയുടെ പുറകെ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കുക. ഈ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, ഇങ്ങനെ പുതുതായിട്ട് കുടിക്കുന്ന ആൾക്കാണ് ഒരളവൊന്നും ഇല്ലാതെ വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് പോകുന്നത്. സാധാരണ കുടിക്കുന്ന ഒരാള് അങ്ങനെ ഒരു പ്രശ്നത്തിനും പോവില്ല. ഇനിയും ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെ കാണണാവോ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് രവി ചോദിക്കുമ്പോ സച്ചിയാണെങ്കിൽ, അച്ഛ ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛ ഞാൻ തന്നെ അവനെ കൂട്ടിക്കൊണ്ടുവരാം. ഏത് സ്റ്റേഷനിലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദിന്റെ അടുത്തും കൂടെ വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ട്, എന്താണ് നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കുടിക്കുന്ന ശീലമൊന്നും ഇല്ലാത്ത അവനാണെങ്കിൽ കുടിക്കാനും തുടങ്ങി. അച്ഛന് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാലോ, അല്ലാതെ തന്നെ ചുമ്മാ വെറുതെ ഓവറായിട്ട് സംസാരിക്കുന്നതാണ്. കുടിച്ചപ്പോ സ്വബോധം ഇല്ലാതെ പോലീസുകാരെടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. എന്തായാലും സംസാരിച്ച് തീർത്ത് പ്രശ്നങ്ങളെല്ലാം തീർത്ത് അവനെ കൂട്ടിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അച്ഛാ. അങ്ങനെ രവി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അച്ഛൻ ഞാൻ പോയി സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരാന്ന് പറയുമ്പോ വേണ്ട ഞാനും കൂടെ വരാന്ന് പറയുകയാണെ. അച്ഛൻ വരേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ പോയിട്ട് എല്ലാം നോക്കിക്കോളാം എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ഇല്ല ഞാനും കൂടി വരുന്നു പറഞ്ഞിട്ട് രവി നിർബന്ധം പിടിച്ച് സച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സ്തുതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഷർട്ട് തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മുട്ടുകാലിൽ അഴിഞ്ഞുകൊണ്ട് പോലീസുകാരന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. എന്താടാ നിനക്ക് കുളിരുന്നുണ്ടോ എന്നൊക്കെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സാർ ഞാൻ എത്ര വലിയ ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം സാറിന് അറിയോ? അങ്ങനത്തെ എന്നെയാണോ ഷർട്ട് ഊരിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? നീ മര്യാദയ്ക്ക് അവിടെ മിണ്ടാതെ പോയിരിക്കുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്റെ അടുത്ത് അടി മേടിക്കും. ബോധം ഇല്ലാതിരിക്കുന്ന സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് അടിക്കാത്തത്. വെറുതെ നീ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ വേണ്ടി നോക്കണ്ട എന്നൊക്കെ പറയാണേ. സാറിന് എന്റെ അനിയൻ ആരാന്നുള്ള കാര്യം അറിയോ? അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും അടിച്ചു ഒതുക്കുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുവാണേ. മര്യാദയ്ക്ക് നീ അവിടെ എങ്ങാനും പോയിരിക്കട എന്ന് പറഞ്ഞിട്ട് ഒരു തള്ളു കൊടുക്കുമ്പോഴേക്ക് സുധിയാണെങ്കിൽ കൈകുത്തിയിട്ട് വീണ് അവിടെ കൈയിന് വേദന ഉള്ളതുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കാർ എടുത്തിട്ട്. അച്ഛൻ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും അച്ഛൻ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ഇല്ല ഞാൻ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് രവിയും കൂടെ ചെല്ലുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഉള്ളിൽ കയറി ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന പോലീസുകാരെടുത്ത് സുധി എന്ന് പറയുന്ന ഒരാൾ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ രവിയാണെങ്കിൽ ഷർട്ടൊന്നും ഇല്ലാതെ അവിടെ നിൽക്കുന്ന സുധിയാണ് കേട്ടോ കാണുന്നത്. വേഗം തന്നെ സുധി എന്ന് പറഞ്ഞ അരികിലേക്ക് ചെന്നിട്ട് സങ്കടത്തോട് കൂടിയിട്ട്, എന്താടാ ഇത്? നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ, ഇതിനു വേണ്ടിയിട്ടാണോടാ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ? എന്താടാ ഇതൊക്കെ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് രവി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ സുധിയെ പിടിച്ചും കൊണ്ട്. സുധിക്കാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുവാണ്. സാർ എന്ത് പണിയാ സാർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഷർട്ടൊന്നും ഇല്ലാതെ ഇവൻ ഇവിടെ എത്തുന്നത് ശരിയാണെന്ന് ചോദിക്കുമ്പോ അവന് ഷർട്ട് മാത്രമല്ല ഊരിയൊന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സമാധാനപ്പെട്ടോ? ഇവിടെ വന്നിട്ട് വെറുതെ ആവശ്യമില്ലാതെ പോലീസുകാരനെ വെക്കിട്ട് കയറിയ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ സച്ചിന്റെ അടുത്ത് ഇങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താടോ ഇവിടെ എന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. സാർ ഇത് ഇവന്റെ അനിയനാണെന്ന് പറയാണ് കേട്ടോ, സുധിയുടെ അനിയനാണെന്ന് പോലീസുകാരൻ അരുണിന്റെ അടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓ നിങ്ങൾ കുടുംബസമേതം എല്ലാവരും പ്രശ്നക്കാരാണെന്ന് ചോദിക്കുമ്പോ സാർ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ ചേട്ടൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. നിന്റെ ചേട്ടനാണ് ഇത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓ അപ്പോ നീ വലിയ റൗഡിയും
നിന്റെ ചേട്ടൻ ഭയങ്കര കുടിയനുമാണല്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ആനന്ദ് പറയുന്നുണ്ട്, സർ അദ്ദേഹം കുടിയനൊന്നുമല്ല, ഇന്ന് ആദ്യമായിട്ട് കുടിക്കുവാണ്, വീട്ടില് ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ. അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് അടങ്ങി കിടക്കണമായിരുന്നു, വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് സോറി ചോദിക്കാൻ വേണ്ടി പറയുന്നു. അത്രയും നേരം രവി സുധി ഇങ്ങനെ പിടിച്ചോണ്ട് വെച്ചിരിക്കുകയാണേ. സുധി രവിയുടെ കൈവിട്ടിട്ട് അങ്ങ് പോയിങ്ങോണ്ട് പറയുന്നുണ്ട്, സാറ് ചെയ്തതിന് സോറി ചോദിക്കണം. സാർ അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഷർട്ടൊന്നും ഇല്ലാണ്ട് ഇരുത്താണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അവൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വെറുതെ പോലീസുകാരുടെ മെക്കെട്ട് കയറിയിട്ട് സോറി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണേ, ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണോടാ നിന്നെയൊക്കെ വളർത്തി ഞാൻ ഇത്രയും വലുതാക്കി, ഇതിനും ഭേദം ഞാൻ അങ്ങില്ലാതാവുന്നല്ലേ എന്നൊക്കെ രവി ചോദിക്കുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നല്ല രീതിയിൽ വളർത്തും വേണമെന്ന് അരുൺ പറയുന്നുണ്ടേ. ഇല്ലെങ്കിൽ മക്കള് റൌഡിയും അതുപോലെ കുടിയനൊക്കെ ആയിട്ട് മാറുന്നു പറയാണേ. അത് കേട്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. നിങ്ങളുടെ അഡ്വൈസ് ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല, പിന്നെ എന്റെ അച്ഛൻ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള പക്വതയും പ്രായവും ഒന്നുമില്ല. നിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നീയും ഇവിടെ നിൽക്കേണ്ട ആളാണ്. പക്ഷെ അധികം വൈകാതെ അതും സംഭവിക്കുന്നൊക്കെ സച്ചിയെ കുത്തുന്ന രീതിയിൽ ഇങ്ങനെ അരുൺ സംസാരിക്കുന്നുണ്ട്. വീണ്ടും രവി എന്റെ മകൻ ചെയ്തത് തെറ്റ് തന്നെയാണ് സർ, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ട് വിടാനും കൂടി പറയുമ്പോ അങ്ങനെ വിടാനൊന്നും പറ്റില്ല, കേസ് ഓൾറെഡി ഫയൽ ചെയ്തു, ബാക്കി കോർട്ടിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങ് നടന്നു പോവാണ് കേട്ടോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ല അച്ഛാ, സമാധാനമായിട്ട് എടുക്കും, നമുക്ക് സംസാരിക്കാം എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. എടാ സംസാരമൊന്നുമില്ല, നിന്നെ കുറിച്ചിട്ട് ഞാൻ നല്ല ബിൽഡപ്പാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാത്തിനും നേരത്തെ അടിക്കണ എന്നൊക്കെ ഇതിന് സ്തുതി ബോധമില്ലാതെ പറയുന്നത്. ഇയാളടിക്കുന്ന പറഞ്ഞിട്ട് സ്തുതി ഇങ്ങനെ ഓരോരുത്തരും കാണിച്ച് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ രവിയാണെങ്കിൽ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ചേട്ടൻ കുറെ നേരമായിട്ട് നിന്നെ കുറിച്ച് ഭയങ്കര ബിൽഡപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ നല്ല റൌഡിയാണല്ലോ, നിനക്കാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ ഷർട്ടിന്റെ പോക്കറ്റൊക്കെ കയറി നല്ല ശീലം ഉണ്ടല്ലോ, വരൂ ഒന്ന് അടുക്കി ഒന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ അരുണാണെന്നുണ്ടെങ്കിൽ സച്ചിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. സർ എന്നോടുള്ള ദേഷ്യം അവനോട് തീർക്കാൻ വേണ്ടി നിൽക്കരുത്, നിന്നോട് ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് നീ എന്താ, നീ അത്ര വലിയ ആളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സർ അവൻ ബൈക്കിന്റെ പിന്നിലല്ല ഇരുന്നത്, അല്ലാണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ പിടിച്ച് തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ സച്ചി ദേഷ്യത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. നിന്റെ സൗണ്ട് എടുക്കുന്ന വേലയൊന്നും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വേണ്ട. അപ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ സച്ചി നീ ഒന്ന് സമാധാനപരമായിട്ട് സംസാരിക്കടാ എന്ന് പറയുകയാണേ. എന്നിട്ട് രവി തന്നെ പറയുന്നുണ്ട്, സർ എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ, അവന്റെ ആ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് അവൻ കുടിച്ചത്, ദയവ് ചെയ്തിട്ട് സർ വിടണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. ഇല്ല അങ്ങനെയൊന്നും വിടാൻ വേണ്ടി പറ്റില്ല എന്ന് അരുൺ വാശി പിടിക്കുകയാണേ. നിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, എവിടെയാണ് ഇൻസ്പെക്ടർ സാർ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചോളാം എന്ന് സച്ചി പറയുമ്പോ, സാറുള്ള ധൈര്യത്തിലാണല്ലോ നീ കളിക്കുന്നത്, എന്നാ ആ ധൈര്യം ഇന്ന് നിന്നെ രക്ഷിക്കില്ല, സാർ ഇന്ന് വരില്ല എന്നുള്ള കാര്യം അറിയിക്കാണ് കേട്ടോ അരുൺ. അങ്ങനെ അവിടെ ഇരിക്കുന്ന വേറൊരു പോലീസുകാരുടെ അടുത്ത് ചെന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇൻസ്പെക്ടർ എവിടെ പോയതാന്ന്, കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിരിക്കുകയാണ്, അദ്ദേഹം നാളെ വരുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. ഉടനെ അരുണാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇവിടുത്തെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പറ, ഇല്ലെങ്കിൽ നിന്റെ ചേട്ടനെ പിടിച്ചിട്ട് ഞാൻ സെല്ലിലിടുന്നു പറയാണ്. ഉടനെ തന്നെ രവി ആണെങ്കിൽ സച്ചി നീ ഒന്ന് പുറത്തു പോയി നിക്കടാ എന്ന് പറയുന്നുണ്ട്. അച്ഛാ ഞാൻ അങ്ങനെ പുറത്തു പോകേണ്ട കാര്യമില്ല, എന്നോടുള്ള ദേഷ്യം തീർക്കാണ് അവൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് സച്ചി പുറത്തു പോടാ എന്ന് രവി ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ തന്നെ ആനന്ദാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഇനിയും വഷളാക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണേ. കഴിഞ്ഞതിന് ശേഷം രവി പറയുന്നുണ്ട്, സർ എന്റെ മകൻ സാധാരണ ഇങ്ങനെ കുടിക്കുന്ന ആളല്ല, ഞാൻ അവൻ ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കാന്ന് പറയണേ. ഉടനെ തന്നെ സ്തുതി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നത്, കേട്ടില്ലേ നിങ്ങളുടെ മകൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന് അരുൺ നമ്മുടെ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. സർ അവന് ബോധമില്ലാതെ പറയുന്നതാണ് സാർ, എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിയുടെ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ അരുണിന് ഒരു സിമ്പതിയൊക്കെ തോന്നിയിട്ട് ഇപ്പോ എസ് ഐ വരും, അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുവാണേ. അങ്ങനെ എസ് ഐ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി സംസാരിക്കുന്ന സമയത്ത് എസ് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങള് സാധാരണയായിട്ട് കുടിക്കുന്ന ഒരാളൊന്നുമല്ല, കുടുംബത്തില് ഒരു ചെറിയ പ്രശ്നം, അതിന്റെ പേരിൽ കുടിച്ചതാണ് സാർ, ദയവ് ചെയ്തിട്ട് ഇവനെ വിടണം, ഇവൻ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സാർ അവൻ ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, സാർ ഞാൻ KSRTC ഡ്രൈവർ ആയിരുന്നു, റിട്ടയർഡ് ആയി സാർ, ഇനി ഇവൻ ഇങ്ങനെ തെറ്റ് ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ രവി പറയുന്ന കേൾക്കുമ്പോഴേക്കും എസ് ഐ ആണെന്നുണ്ടെങ്കിൽ അരുണിനെ വിളിച്ചിട്ട് അവനെ വിടാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. കോർട്ടിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും FIR ഇട്ടില്ലല്ലോ, അവനെ വിട്ടേക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സ്വന്തം മകനെ ഈ ഒരു അവസ്ഥയിൽ ഏത് അച്ഛനാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക, അവര് അച്ഛന്റെ വേദന എന്താന്നുള്ള കാര്യം അവരുടെ കണ്ണിൽ തന്നെ കാണുന്നുണ്ട്. പാവം അവര് അറിയാതെ എന്തോ ചെയ്തതാണ്, എന്തായാലും ഒന്ന് വാൺ ചെയ്തിട്ട് പറഞ്ഞു വിട്ടേക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐ പറയുന്നത്. അതിന് ശരിയെന്ന് അരുൺ പറയുന്നുണ്ട്. അതിനുശേഷം ഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷർട്ടൊക്കെ സുധിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് രവി തന്നെയാണ് കേട്ടോ. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞില്ല എന്നൊക്കെ, നീ കൂടുതലൊന്നും സംസാരിക്കാതെ വാടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അരുണാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഒരു വിധത്തില് സുധിയും കൂട്ടിയിട്ട് സച്ചിയും അതുപോലെ രവിയും കൂടെ ആനന്ദും കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ്. അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണം.